ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ശവക്കോട്ടപ്പച്ച, ശവനാറി എന്നൊക്കെ മലയാളത്തിൽ വിളിക്കുന്ന ഒരു ഔഷധ സസ്യമുണ്ട്. ഇത് ഓണത്തിന് പൂക്കളൊക്കെ ഇടാനായിട്ട് ഇതിന്റെ പൂക്കൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലങ്ങളിൽ. ഇത് രണ്ട് കളറുകളിൽ കണ്ടുവരുന്നു പണ്ട് കാലങ്ങളിൽ. ഇന്നിപ്പോൾ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടനവധി ഡിസൈനുകൾ, ഹൈബ്രിഡ് വെറൈറ്റീസ് ഇങ്ങനെ ഒത്തിരി കാണാം. പക്ഷേ ഈശ്വരൻ സൃഷ്ടിച്ച രണ്ട് നിറങ്ങൾ, ഒന്നിങ്ങനെ പിങ്ക് കളറിലുള്ള പൂക്കളോട് കൂടിയതായിരിക്കും, ഒന്ന് വെള്ള നിറത്തിലുള്ള പൂക്കൾ കൂടിയതായിരിക്കും. ഈ പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു ഇളം റോസ് കളറൊക്കെ എന്ന് പറയാം. പിങ്ക് നിറത്തിലുള്ള പൂക്കൾ കൂടിയതാണ് ഒറിജിനൽ. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം വിങ്ക റോസിയ എന്നാണ്, വിങ്ക റോസിയ. അതുപോലെ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നത് വിങ്ക ആൽബ. ഇങ്ങനെ വിങ്ക ആൽബ, വിങ്ക റോസിയ, ഈ രണ്ട് തരത്തിലുള്ള ഔഷധ സസ്യങ്ങളാണ് നമ്മൾ ഔഷധ ഗുണം ഉള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇതിനെ ശവക്കോട്ടപ്പച്ച എന്ന് ചില ഭാഗങ്ങളിൽ വിളിക്കുന്നു, മലയാളത്തില് ശവനാറി എന്ന് ചില ഭാഗങ്ങളിൽ വിളിക്കുന്നു. ഉഷമലരി, അതുപോലെ നിത്യകല്യാണി എന്നൊക്കെയാണ് സംസ്കൃത ടെക്സ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വേര് ഔഷധയോഗ്യമുള്ള ഭാഗമാണ്. അതുപോലെ ഇല ഉപയോഗിക്കാം, ഇല അരച്ച് പുരട്ടാം, ഇലയുടെ നീരെടുക്കാം, അത് ഉപയോഗിക്കാം. അതുപോലെ വേര് കഷായം വെച്ച് ഉപയോഗിക്കാം, വേര് പാൽ കഷായമായിട്ടും എടുക്കാം. ഓക്കെ, ഇത് ഏതേത് അവസ്ഥകളിലൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് വഴിയെ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ ഉഷമലരി, നിത്യകല്യാണി, അതാണ് ഇന്നത്തെ വിഷയം. ശവക്കോട്ടപ്പച്ച, ശവനാറി എന്ന് വിളിക്കുന്നു. വിങ്ക റോസിയ, വിങ്ക ആൽബ, ഇതാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. ഓക്കെ, അപ്പോസൈനേസെ ഫാമിലിയാണ്, ഫാമിലി നെയിം അപ്പോസൈനേസെ. ഓക്കെ, ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇത് കടു വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, തിക്തരസമാണ്, ലഘു രൂക്ഷ ഗുണങ്ങളോട് കൂടിയതാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതിനെപ്പറ്റി ധാരാളം റിസർച്ചുകൾ നടന്നു വരുന്നുണ്ട്. അതായത് രക്താർബുദം, ബ്ലഡ് ക്യാൻസർ പോലത്തെ അവസ്ഥയിൽ ഇതിന്റെ വേരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന, വേരുമിലത്തെ തൊലിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ചില ഘടകങ്ങൾ രക്താർബുദത്തിൽ വളരെയധികം എഫക്റ്റീവ് ആണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതുമാത്രമല്ല ഇത് നമുക്ക് BP, രക്തസമ്മർദ്ദം, BPക്ക് ഉപയോഗിക്കാം. അതുപോലെ ഡയബറ്റീസ്, പ്രമേഹം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കാം, ഉറക്കം കിട്ടുന്നതിന് ഉപയോഗിക്കാം, വിഷഹരത്വമുണ്ട്, ആന്റി ടോക്സിക് എഫക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ വിഷഹരത്വം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ തേളൊക്കെ കുത്തുക, പഴുതാര കുത്തുക, ഇത്തരം അവസ്ഥകളിൽ ഇതിന്റെ ഇല അരച്ച് പുരട്ടിയിട്ടാൽ ആ വിഷം ഏൽക്കാതിരിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ആ വിഷദംശം അതുവഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഇതിന്റെ ഇല അരച്ച് കടിവായിൽ പുരട്ടിയിട്ടാൽ തോരെ പുരട്ടിയിടുക, അങ്ങനെ ചെയ്താൽ ഉപകാരപ്പെടും. അത് മാത്രമല്ല, നമുക്ക് ഈ ചൂട് കൂടി വരുമ്പോൾ നമുക്ക് അതുപോലെ ഈ പ്രാണികളോ ഊറാമ്പലി, മാറാല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒത്തിരി സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർ, ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളവർ, ചെറുങ്ങനെ ഉടനെ എന്തെങ്കിലും പൊടിയൊക്കെ തട്ടി കഴിഞ്ഞാൽ ഉടനെ ദേഹത്ത് ഇങ്ങനെ ചുവന്ന് തടിച്ച് ചെറിയ കുരുക്കൾ വരും, കലശലായ ചൊറിച്ചിൽ അനുഭവപ്പെടും. ഇത്തരം ശരീരപ്രകൃതിക്കാരില്ലേ, അവർക്ക് ഇതിന്റെ ഇലയും പച്ചമഞ്ഞളും ആര്യവേപ്പിലയും ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ച് പുരട്ടി അവിടെ ലേപനം ചെയ്യുക, തോരെ പുരട്ടുക. അതുപോലെ ഇത് ചതച്ചിട്ട വെള്ളം കൊണ്ട്, തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകാനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ആ പൊടി തട്ടിയിട്ട് ആ ഡസ്റ്റ് അലർജി, ആ ചെറിയ ചുവന്ന് കുരുക്കൾ ഇങ്ങനെ വരും, പൊടിയൊക്കെ തട്ട് എന്തെങ്കിലും പ്രാണികളോ മാറാലിയൊക്കെ തട്ടി കഴിഞ്ഞാൽ, ചുക്കിലി എന്ന് വിളിക്കുന്നില്ലേ, അതൊക്കെ പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർക്ക് ഒരുപാട് ഇങ്ങനെ ഹീറ്റ് റാഷസ് പോലെ ഇങ്ങനെ ചുവന്ന് തടിച്ച കുരുക്കൾ വരും, നല്ല കലശലായ ചൊറിച്ചിലുണ്ടാവും. അത്തരം അവസ്ഥയിൽ ഈ നിത്യകല്യാണി, അതുപോലെ പച്ചമഞ്ഞൾ, ആര്യവേപ്പില, ഇതെല്ലാം കൂടെ നന്നായി അരച്ച് പുരട്ടിയിട്ടാൽ അത് ഒരു ദിവസം രാവിലെ സംഭവിച്ച് ഉച്ചയാകുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് സംഭവിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് മാറിപ്പോകുന്നതിന് സഹായകമാണ്. ഓക്കെ, പിന്നെ പ്രമേഹത്തിന് ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു 10-15 മില്ലി രാവിലെ വെറുമയറ്റിലും അതുപോലെ രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നതായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ വിഷകരമായിട്ടുള്ള അവസ്ഥയിൽ ഉപയോഗിക്കാം, ഇത് തന്നെ പ്രമേഹത്തിന് ഉപയോഗിക്കാം. അതുപോലെ രക്താർബുദം നിയന്ത്രിച്ച് നിർത്തുന്നതിനുള്ള മരുന്നുകൾ ഇതിൽ നിന്ന് വേർതിരിച്ച് എടുക്കുന്നുണ്ട്, അതിന് വേണ്ട പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉറക്കം കിട്ടുന്നതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേര് പറിച്ചെടുക്കണം. വേര് പറിച്ചെടുത്ത് അത് കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ട് പാൽ കഷായം വെച്ച് കഴിക്കണം. അപ്പൊ അതൊരു 30 ഗ്രാം ഒരു ഉരിപ്പാലും ഒരു നാഴി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കി പാലളവാക്കി വെറ്റിച്ച് അരിച്ചെടുത്തിട്ടേ അല്പം മധുരം ചേർത്തിട്ട് രാത്രി ഭക്ഷണശേഷം സേവിച്ചാൽ ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. അപ്പൊ അത് വേര് പാൽ കഷായം വെച്ചാണ് കഴിക്കേണ്ടത്. അതുപോലെ കടിവായിൽ എന്തെങ്കിലും കീടദംശനം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അരച്ച് പുരട്ടാനായിട്ട് ഇല എടുക്കണം. അതുപോലെ പ്രമേഹത്തിന്
ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ഉപയോഗിക്കാം. ഇനി രക്തസമ്മർദ്ദം BP വളരെ കാലമായിട്ട് നിൽക്കുന്നവർക്കും വേര് കഷായം വെച്ച് ഉപയോഗിക്കണം. ഇതിന്റെ ഉഷമലരി അല്ലെങ്കിൽ നിത്യകല്യാണിയുടെ വേര് കഷായം വെച്ച് ഉപയോഗിക്കാം. അത് ഇപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3-4 തണ്ടിന്റെ വേര് കഴുകി കുത്തി നുറുക്കി ചതച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് തിളച്ചത് ഒരു പകുതിയായിട്ട് വറ്റുമ്പോൾ അരിച്ചെടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇതേപോലെ വീണ്ടും രാത്രി ഭക്ഷണത്തിന് മുൻപും കഴിക്കുക. അങ്ങനെ നിത്യേന ശീലിക്കുകയാണെങ്കിൽ BP നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ BPക്ക് ഉപയോഗിക്കാം, പ്രമേഹത്തിന് ഉപയോഗിക്കാം, എന്തെങ്കിലും തെകള് അതുപോലെ പഴുതാര അത്തരം സംഗതികൾ കടിച്ചാൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കാം. ഡസ്റ്റ് അലർജി പോലുള്ള പൊടി കൊണ്ടുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉറക്കം കിട്ടുന്നതിനായിട്ട് ഇൻസോമിനിയ, തുടർച്ചയായിട്ട് ഉറക്കമില്ലാത്ത അവസ്ഥ, അത്തരക്കാർക്ക് ഇത് പാൽക്കഷായമായിട്ട് രാത്രി ഭക്ഷണശേഷം കഴിക്കുകയാണെങ്കിൽ അതും ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, ഇത് 2-3 ദിവസം പ്രയോഗിച്ച് നോക്കിയിട്ട് ഇതിന് ഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും കാലഗണനയ്ക്കും നിങ്ങൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണോ എന്നൊക്കെ അറിഞ്ഞ് അതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് സമീപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക. എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.